ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദ ട്രങ്കിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഈ ഡ്രാമ 8 എപ്പിസോഡ് ഉണ്ടെങ്കിലും വലിയ കഥയായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ ഡ്രാമ നമ്മൾ എളുപ്പത്തിൽ തന്നെ കണ്ടു തീർക്കാം. ഇപ്പൊ രണ്ടാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന 5 വർഷം മുമ്പുള്ള ഒരു സീന് കാണിച്ചോണ്ട. അങ്ങനെ കോൺട്രാക്ട് വൈഫായ ഇഞ്ചിയുടെ കല്യാണം നടക്കാൻ വേണ്ടി 10 ദിവസം കൂടെ ഉള്ളു. പക്ഷെ ആ സമയത്തായിരിക്കും ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ ഒരു ഗേയാന്നുള്ള സത്യം അറിയാൻ വരുന്നത്. അങ്ങനെ ഇവളുടെ അമ്മ അവൻ വേറൊരു പയ്യനായിട്ട് റൊമാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇന്റർനെറ്റ് ലീക്ക് ചെയ്താണ്. അതോടെ അവന് മൊത്തം നാണക്കേട് വന്നിട്ട് അവൻ ഈ കല്യാണം ക്യാൻസലാക്കി അവിടെ നിന്ന് പോകും. അങ്ങനെ ഈ കാര്യം അറിഞ്ഞ് അവൾ മൊത്തം തകർന്നു പോകുമ്പോഴാണ് ആ സമയത്തായിരിക്കും ഇവള് ഈ കോൺട്രാക്ട് മാരേജ് ഒക്കെ നടത്തുന്ന ആ കമ്പനിയിലെ ബോസിനെ കാണുന്നത്. അങ്ങനെ ഇവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഇവൾക്ക് ആ ജോലി ഏൽപ്പിച്ചു കൊടുക്കും. അതിനുശേഷം പ്രസന്റ് ഡേയില് ആ ലൈറ്റിന്റെ കുപ്പിച്ചിലക്ക് വന്ന് ഇവളുടെ കൈ മുറിഞ്ഞുകൊണ്ട് ജീവോൺ അവളെ വിളിച്ചോണ്ട് ആശുപത്രിയിലേക്ക് ചെല്ലും. എന്നിട്ട് അവനും ആരാന്നറിയാത്ത എനിക്ക് വേണ്ടി എന്തിനാ ഇത്ര റിസ്ക് എടുത്തെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഇവള് ചെയ്യുന്ന കാര്യമൊക്കെ അവളുടെ പെർഫോമൻസിനെ ബാധിക്കും പറയും. അതുകൊണ്ട് ഇവന് താങ്ക്സ് പറയണം തോന്നുവാണ് അവൾക്ക് ബർഗർ വാങ്ങിച്ചു തരാൻ പറയും. അതിനുശേഷം ഇവരുടെ സംസാരിക്കുമ്പോഴാണ് അവൻ അറിയാൻ വരുന്ന ഇവൻ അവളുടെ 5ാമത്തെ കോൺട്രാക്ട് ഹസ്ബൻഡ് ആണ്. അതിനുശേഷം അന്ന് രാത്രി എപ്പോഴത്തെ പോലെ ജീവൻ ഉറക്കം വരാതെ അവന്റെ അച്ഛൻ അമ്മയിട്ട് ഉപദ്രവിക്കുന്ന സീനൊക്കെ അവൻ ഓർമ്മ വരും. അതുകൊണ്ട് അവൻ അവസാനം വരെ ഉറക്കം വരത്തില്ല. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ജീവനും അവന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവൾ ആ സമയം നോക്കി അവൻ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളിയൊക്കെ ഏതാന്ന് ഇവൾ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇതേ സമയം അവന്റെ കൂട്ടുകാരനാണ് അവളെ കോൺട്രാക്ട് മാരേജ് ചെയ്തുകൊണ്ട് അവളെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ഇവൻ ജീവനെ ചോദ്യം ചെയ്യും. അപ്പോഴാണ് അവനും എന്തായാലും 1 വർഷം പെട്ടെന്ന് കഴിഞ്ഞ അതിനുശേഷം പഴയതുപോലെ അവന്റെ ഭാര്യയോടുകൂടി ജീവിക്കാൻ പറ്റുമെന്ന് അവൻ ഇപ്പോഴും വിശ്വസിച്ചോണ്ടിരിക്കുക. ഇതേ സമയം അവളാണ് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ആ ഡോക്ടർ ഇവൾ നോക്കിയിട്ട് ഇവൾക്ക് കൊച്ചുങ്ങൾ വേണം, അതിനിപ്പോ തന്നെ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണമെന്ന് പറയും. പക്ഷെ ഇത് കേട്ടതോടെ അവളും ദേഷ്യത്തി അവൾക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അതങ്ങ് റിജക്ട് ചെയ്യും. അങ്ങനെ അന്ന് രാത്രി ജീവനാണ് അവൾക്ക് മെസ്സേജ് അയച്ച് ഇവനെ രക്ഷിക്കാൻ വേണ്ടി ആ ഇഞ്ചിയുടെ കൈയൊക്കെ മുറിഞ്ഞെന്ന് അവൻ കുറച്ച് വിഷമിച്ച് പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ ഇത് കേൾക്കുമ്പോൾ അവൾക്കാണെ മൊത്തം ദേഷ്യമാവും. എന്നിട്ട് അവന് വീട്ടിലേക്ക് ചെന്നിട്ട് അവളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളാണ് ഈ കോൺട്രാക്ട് മാരേജ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് അവളുടെ കല്യാണം നിന്നുകൊണ്ടാന്ന് പറയും. അങ്ങനെ ഇവൾ അവളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവനാണ് അവന്റെ പാസ്റ്റ് ഇവളോട് തുറന്നു പറയും. ഇവന്റെ അച്ഛൻ ഭയങ്കര മോശമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യത്തിന് വിശ്വാസമില്ലാതെ ആ ഹോളി കാണുന്ന ലൈറ്റിനകത്തൊക്കെ ക്യാമറയൊക്കെ സീക്രട്ട് ആയിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ ഇവൻ അവന്റെ സത്യമൊക്കെ പറയുന്നേട്ട് അവളാണ് കുറച്ച് ഷോക്കായിരിക്കുമ്പോഴാണ് എന്തായാലും 1 വർഷം മാത്രമല്ലേ നമ്മൾ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അതുകൊണ്ടാ പറഞ്ഞെന്ന് പറയും. അതിനുശേഷം അവനും കടന്നുറങ്ങുമ്പോഴാണ് ഇവളാണ് ആ സമയത്ത് ഇവന്റെ മുറിവിനെ ഓയിൽമെന്റ് അപ്ലൈ ചെയ്തോണ്ടിരിക്കും. അപ്പോഴായിരിക്കും ഇവന്റെ ഭാര്യ അവനെ ഫോൺ വിളിക്കുന്നത്. പക്ഷെ അവൻ ഉറങ്ങുന്നുണ്ട്. ഇഞ്ചി ആയിരിക്കും ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. അതിനുശേഷം അവളും അവൻ എവിടെ എന്ന് പറഞ്ഞ് തിരക്കുമ്പോഴാണ് ഇഞ്ചിയാണ് ഉറക്കുകുളി കഴിക്കാതെ ഇപ്പൊ സമാധാനത്തിൽ കിടന്നുറങ്ങുമെന്ന് പറയും. ഇത് കേട്ടതോടെ അവൾക്കാണ് മൊത്തത്തിൽ കലിപ്പാകും. കാരണം അവൻ കുറച്ച് കഷ്ടപ്പെടണമെന്ന ഇവൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവൻ സമാധാനത്തിൽ കിടന്നുറങ്ങാന്ന് പറഞ്ഞ ഉടനെ ഇവളും കുറച്ച് ദേഷ്യത്തെ അവളോട് പറയും അവന്റെ അച്ഛൻ ഇപ്പൊ ആശുപത്രി കുറച്ച് സീരിയസ് ആയി കിടന്നതാണ്, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൾ ആ ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ ജീവന്റെ അച്ഛൻ ഇത് മരിച്ചിട്ടില്ല, ഒരു മരിക്കാൻ പോകുന്ന അവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രി തന്നെ കിടക്കുക. പക്ഷെ അവനാണിത് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യത്തില്ല. അങ്ങേര് എപ്പം മരിക്കും എന്ന് പറഞ്ഞായിരിക്കുക. അതുകൊണ്ട് അടുത്ത ദിവസം അവനും ഒരു തലേനും പിടിച്ചോണ്ട് അവന്റെ അച്ഛന്റെ ഫ്രണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു ഇഞ്ചിയാണ് ഇവൻ കൊല്ലാൻ പോകുന്ന വിചാരിച്ച് പെട്ടെന്ന് ഡോറങ്ങ് ലോക്ക് ചെയ്യും. അപ്പോഴാണ് അവനും ഒരു കോൺട്രാക്ട് ഭാര്യ ഇത്രയും കെയർ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ആ വീണ്ടും ആ തലേനെടുത്ത് ആ ബെഡിന്റെ അവിടെ വയ്ക്കും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ലഞ്ച് കഴിക്കുമ്പോഴാണ് അവനാണ് ഈ 6 മാസത്തിൽ ആദ്യമായിട്ട് ഗുളികയില്ലാതെ ഉറങ്ങിയെന്ന് പറയും. അപ്പോഴാണ് അവളും ഇവൾക്ക് ഉറക്കം വന്നില്ലെങ്കിൽ കൊച്ചുള്ളവരുടെ പൗഡറൊക്കെ യൂസ് ചെയ്ത ഒരു പാവക്കുട്ടി അവൾ എപ്പോഴും അടുത്ത് വെച്ചാൽ കിടക്കുന്നതെന്ന് പറയും. അങ്ങനെ അത് അവള് ഇവന്റെ അടുത്ത് വെച്ചപ്പോൾ യൂസ് ആയെന്ന് അവൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇപ്പൊ ഇഞ്ചിയുടെ വീടാണ് കാണിക്കുന്നത്. അങ്ങനെ അവളുടെ കൂട്ടുകാർ കുറെ മാസത്തിന് ശേഷം ഇപ്പൊ വീട്ടിലേക്ക് വരുമ്പോഴാണ് മറ്റേ റൂംമേറ്റ് ആണ് ഇവളെ കണ്ടിട്ട് കുറെ നാളായെന്ന് പറഞ്ഞ് അവളായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് കൂട്ടുകാരിയും പണ്ട് ഇഞ്ചിയുടെ പറഞ്ഞ് ശല്യപ്പെടുത്തി വരുത്താൻ ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് അവൾ ആ ടേസുവിന്റെ കാര്യമൊക്കെ ഇവരോട് ഷെയർ ചെയ്യും. അതിനുശേഷം റൂംമേറ്റ് ആണ് ഇവള് പോയ സമയം നോക്കി ആ ടേസും മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് വേറെ ആർക്കോ വേണ്ടി സ്പൈ പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇവിടെ സിയോണും അവൻ ഉറക്കഗുളിയല്ലാതെ ഉറങ്ങിയതൊക്കെ ആലോചിച്ചിട്ട് അവനെ കാണാൻ വേണ്ടി ഇപ്പൊ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടെ അവൻ കാണത്തില്ല, അതിനൊരു ഇഞ്ചി മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ ഇവളുടെ കൂടെ സംസാരിക്കാൻ പോകുമ്പോഴാണ് അറിയാതെ ഇവളുടെ ദേഹത്ത് അങ്ങ് ചായ വീഴും. അതോടെ അവൾ വാഷ് ചെയ്യാൻ വേണ്ടി ജീവോന്റെ റൂമിലേക്ക് പോകുമ്പോൾ അവൾ ആ സമയം ഇവൾ അവന് വാങ്ങിച്ചു കൊടുത്ത ഗുളിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾക്ക് പഴയ സംഭവം ഓർമ്മ വരുന്നത്. ജീവന്റെ കൂടെ ജീവിച്ചപ്പോ ഇവൾ വെറുത്തുപോയി കുറെ ഗുളിക കഴിച്ച് ഒരു ദേഷ്യപ്പെടുന്ന സിറ്റുവേഷൻ. അങ്ങനെ അതിനൊക്കെ പ്രതികാരം ചെയ്യുന്ന പോലെ അവൻ ഉറക്ക ഗുളിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവൾ ഇതൊക്കെ ചെയ്യുന്നെന്ന് വിചാരിക്കുന്നത്. അതിനുശേഷം ഇവരുടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ഇഞ്ചിക്കാണ് ഇവളെ മുമ്പേ തന്നെ പരിചയമുണ്ട്. കാരണം ഇവളുടെ കോളേജിലെ സീനിയർ ആയിരുന്നു അവള്. അങ്ങനെ ആ സമയത്ത് സിയോൻ കുറെ പിള്ളേരെയൊക്കെ റാഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവള് കാരണം ഒരു സ്റ്റുഡന്റ് മരിക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് തന്നെ പോയി കാണും. അങ്ങനെ അതൊക്കെ അവൾ ഇപ്പൊ എടുത്തു പറയുമ്പോഴാണ് സിയോനാണ് ആ കുറ്റമെല്ലാം സമ്മതിച്ചിട്ട് പോകുന്ന മുമ്പേ ജീവനോട് ഈ 1 വർഷം അവളുടെ കൂടെ തന്നെ ജീവിക്കാൻ വേണ്ടി പറയും. അതോടെ അവനും കുറെ ആലോചിച്ച് കിട്ടാൻ തുടങ്ങും ഇവളെന്തിന് അവളുടെ കൂടെ പഠിച്ച പെൺകുട്ടിയെ ഇവന്റെ കോൺട്രാക്ട് വൈഫായിട്ട് ഒപ്പിച്ചെന്ന്. കാരണം സിയോണായിട്ട് ചൂസ് ചെയ്താണ് ഇഞ്ചിയെ കോൺട്രാക്ട് മാരേജ് ചെയ്യാൻ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് സിയോണാണ് ജീവോനെ അറിയിക്കും ഇന്നത്തെ ദിവസം അവർക്ക് ജനിക്കേണ്ട കൊച്ച് മരിച്ച ദിവസം മറന്നു വന്ന്. അപ്പോഴായിരിക്കും നമുക്ക് ആ ഫ്ലാഷ്
ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സിയോണാണ് പ്രഗ്നന്റ് ആയ സമയത്ത് ഇവൾക്കൊരു കാർ ആക്സിഡന്റ് ആയി കാണും. അങ്ങനെ അതോടെ ആ സ്പോട്ടിൽ തന്നെ കൊച്ചും മരിച്ചു. അങ്ങനെ അതിനെക്കുറിച്ച് അവളിപ്പോൾ സംസാരിക്കാൻ വേണ്ടി വരുമ്പോഴാണ് അവനാണ് ഇപ്പോൾ ഇഞ്ചിയുടെ കയ്യിരുന്ന സ്റ്റിച്ചസ് ഒക്കെ ഇളക്കിയെടുക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് വന്നേക്കുക. അതുകൊണ്ട് അവന് പിന്നൊളിക്കെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഇവളുടെ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് അവൻ അവളും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ഇവനാണ് ക്യാമറ കണ്ടാൽ തന്നെ മൊത്തത്തിൽ പേടിയാ. അതുകൊണ്ട് ഇവൻ ഇങ്ങനെ പേടിച്ചു വരച്ചിരിക്കുന്നുണ്ട്. അവളാണ് അവനെ സമാധാനപ്പെടാൻ വേണ്ടി പറയും. പക്ഷെ ഇവിടെ സിയോൺ അവൻ ഫോൺ കട്ട് ചെയ്ത് തിരിച്ച് വിളിക്കുമെന്ന് പറഞ്ഞ് കുറെ സമയം വെയിറ്റ് ചെയ്ത് അവൾ മൊത്തത്തിൽ വെറുത്തു പോകത്തേ ഉള്ളു. അങ്ങനെ അന്ന് രാത്രി ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോഴാണ് അവളാണ് കുറച്ച് ദേഷ്യത്തിൽ അവൾ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ടുപോകാൻ ഇവർ തമ്മിൽ അത്രയും ക്ലോസ് ആയും ചോദിക്കും. അപ്പോഴാണ് അവനും അവളുടെ മുറിവ് ഇവൻ കാരണം സംഭവിച്ചെന്ന് പറഞ്ഞ് അതിനോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവന്റെ മൂഡ് കളയാൻ വേണ്ടി തന്നെ അവള് ഇവർക്ക് ജനിക്കേണ്ട കൊച്ചിന്റെ ഫോട്ടോ എടുത്ത് അവന്റെ അടുത്ത് വീണ്ടും കാണിക്കും. അങ്ങനെ ഇവരുടെ ലൈഫിൽ ആ വേസ്റ്റ് ആയിട്ടുള്ള മൂമെന്റ് വീണ്ടും കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു പറഞ്ഞ് അവൾ അവനോട് ചോദിക്കുമ്പോഴാണ് അവനാണ് ഇവള് പറയുന്നതിന് കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ ആഗ്രഹിച്ച പോലെ നാളെ ഇഞ്ചി ഒഫീഷ്യലായിട്ട് ഒരു വർഷത്തേക്ക് കല്യാണം കഴിക്കാൻ പോവുക. അങ്ങനെ അടുത്ത ദിവസം അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ നടക്കുമ്പോഴാണ് ഇവനാണ് അവസാന നിമിഷവും നീ ഇപ്പൊ വേണ്ടെന്ന് പറയുന്ന ഈ കല്യാണം നിർത്തുമെന്ന് സിയോന് മെസ്സേജ് കൊണ്ടിരിക്കും. പക്ഷെ അവളുടെ ഭാഗത്താണ് ഒരു റിപ്ലൈയും കാണത്തില്ല. അതുകൊണ്ട് ഒരു വർഷത്തേക്ക് ഇവൻ ഒഫീഷ്യലായിട്ട് അവളെ കല്യാണം കഴിക്കും. അതിനുശേഷം അന്ന് രാത്രി അവൻ റൂമിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതിൽ അവന് സ്വപ്നം വരും. അതോടെ അവന് മൊത്തത്തിൽ പേടിച്ചു പോയി സിയോൺ ഇതിന് വാങ്ങിച്ചെന്ന് ഗുളിക എടുത്ത് അവൻ കഴിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവന് കിടന്ന് ഉറങ്ങാൻ നോക്കിയാലും അവനാണ് ഉറക്കം വരത്തില്ല. അപ്പോഴാണ് അവൻ ഇഞ്ചിയുടെ വോയിസ് കേൾക്കുന്നത്. അവൾ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പേടിക്കാതെ കിടന്നുറങ്ങാൻ. അപ്പോഴായിരിക്കും അവന് സമ്മാനത്തിൽ കിടന്നുറങ്ങുന്നത്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം അവനും ഇന്നലെ ഇവളും എല്ലാം റൂമിൽ നിന്ന് കിടന്നായിരുന്നു ചോദിക്കാൻ വരുമ്പം അവനാണ് ഡയറക്റ്റായിട്ട് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവളും ഇവൻ വിചാരിക്കുന്ന പോലെ തന്നെ ഇന്നലെ ഇവൾ അവന്റെ റൂമിൽ വന്ന് കിടന്നെന്ന് പറയും. അതോടെ അവന് പെട്ടെന്ന് ഷോക്കാകുമ്പം അവളാണ് കോൺട്രാക്ട് അനുസരിച്ച് കപ്പിൾസ് ഒരേ റൂമിൽ താമസിക്കുന്ന തെറ്റായ കാര്യം എന്നല്ലെന്ന് പറയും. അതിനുശേഷം അവന് കാർ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് ഇവളാണ് അവൻ ഇല്ലാത്ത സമയം നോക്കി സിയോൺ ഇവന് വാങ്ങിച്ചെന്ന ഗുളികയൊക്കെ ലാബിലേക്ക് സെൻഡ് ചെയ്യും. കാരണം ഇവൾക്ക് സംശയമുണ്ട് അവളുടെ ഉദ്ദേശം ഇവന് ഫുള്ളും ഡ്രഗ് കൊടുത്ത് അഡിക്റ്റ് ആക്കാനായിരിക്കും. ഇതേ സമയം ഇവള് മറ്റേ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയ ഡേസങ്ങിനോട് കുറച്ച് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പൊ സിയോണാണ് കൂട്ടുകാരന്റെ ഭാര്യയായിട്ട് ഇപ്പൊ അവന്റെ സ്ഥലത്തേക്ക് പോയേക്കുക. അങ്ങനെ അവന് കുറെ പേർക്ക് ഇപ്പൊ കേക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ പഠിപ്പിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് കൂട്ടുകാരന്റെ ഭാര്യയും ഇവൻ ഉണ്ടാക്കിയ കേക്ക് ജീവോൺ പുതിയതായിട്ട് കല്യാണം കഴിച്ചോണ്ട് അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ അത് വാങ്ങിച്ചു വയ്ക്കും. അതിനുശേഷം അന്ന് വൈകിട്ട് സിയോണും ജീവോന്റെ വീട്ടിലേക്ക് ചെന്ന് അവൻ എപ്പോഴും കണ്ട് പേടിക്കുന്ന ആ ലൈറ്റ് ഇവളങ്ങ് മാറ്റി വയ്ക്കും. അങ്ങനെ അതിനു പകരം ഇവളൊരു പുതിയ ലൈറ്റ് ഫിറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴാണ് ഇവിടുത്തെ പഴയ ലൈറ്റ് അവൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇഞ്ചിയോടൊന്ന് ആ കാര്യം പറയും. അങ്ങനെ അതിന് അവൾ ഓക്കെ പറയുമ്പോഴാണ് നാളെ രാത്രി നമ്മുടെ രണ്ട് ഫാമിലിയും കൂടെ ഡബിൾ ഡേറ്റ് ചെയ്യാന്ന് അവൾ ഇഞ്ചിയോട് ചോദിച്ചു വെക്കും. അങ്ങനെ ഇത് കേട്ട് അവൾ എല്ലാത്തിനും ഓക്കെ പറയത്തേ ഉള്ളൂ. അപ്പോഴാണ് അവിടേക്ക് വരുന്ന കൂട്ടുകാരന്റെ ഭാര്യയും ഇവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ആ കേക്ക് കൊടുക്കുമ്പം ഇവളാണ് ആ കേക്കിനകത്ത് ടേസോങ്ങിന്റെ സൈൻ ഇരിക്കുന്നുണ്ട്. അവൾ ചെറുതായിട്ടൊന്ന് പേടിച്ചിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന സിയോണാണ് അവൾക്ക് ചെറുതായിട്ട് സന്തോഷം വരും. കാരണം ഇവളെന്ന് ഷോക്കാക്കാൻ വേണ്ടിയാണ് അവൾ ആ ടേസോങ്ങിനെ കാണാൻ തന്നെ പോയത്. അതിനുശേഷം അന്ന് രാത്രി വീട്ടിലേക്ക് വരുന്ന ജീവനോട് ഇവൾ ആ ലൈറ്റ് മാറ്റിയ വിഷയം പറയുമ്പോഴാണ് അവനാണ് ഇപ്പൊ റൂമിൽ 2 ബെഡ്രിക്കുന്നുണ്ട് ഇത് എപ്പോഴാ മാറ്റിന്ന് പറഞ്ഞ് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളും ഇനി തൊട്ട് ഇവൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവനെ സംരക്ഷിക്കാൻ വേണ്ടി അവൾ അടുത്ത് തന്നെ കിടപ്പുണ്ടെന്ന് അവന് ധൈര്യമായിട്ട് കൂടെ തന്നെ കാണും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ജീവോന്റെ വീട്ടിൽ വെച്ച് ഇവരും ഡബിൾ ഡേറ്റ് ചെയ്യുമ്പോഴാണ് മറ്റവനാണ് ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല, ഡിവോഴ്സായ കപ്പിൾ എന്തിനാ വീണ്ടും കണ്ടുമുട്ടുന്നതെന്ന്. പക്ഷെ സിയോണിന് വേണ്ടി അവന് കൂടെ ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിയോൺ ഇടയ്ക്കിടയ്ക്ക് ജീവോനെ കെയർ ചെയ്യുമ്പം മറ്റവനാണ് മൊത്തത്തിൽ അങ്ങ് ജലസാവും. അതുകൊണ്ട് അവനും 30 വർഷം പരിചയമുള്ള നിങ്ങൾ കല്യാണം കഴിച്ച് 2 വർഷത്തെ തന്നെ ഡിവോഴ്സ് ആയെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ലെന്ന് അവൻ ജീവോനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് കേട്ട് സിയോണൊന്നും പറയാതിരിക്കുന്നുണ്ട് അവന് നല്ല വിഷമാവും. അങ്ങനെ ഇവര് ഫുഡ് കഴിച്ചതിന് ശേഷം ചുമ്മാ വെറുതെ സംസാരിക്കുമ്പോഴാണ് സിയോണാണ് ലൈറ്റ് കണ്ടിട്ട് പഴയ ലൈറ്റ് തന്നെ മതിയായിരുന്നു പറഞ്ഞ് ജീവനോട് സംസാരിക്കും. പക്ഷെ അവനാണ് പഴയ ലൈറ്റ് അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത്. ഇത് കേട്ട് അവളാണ് നിനക്ക് ഇപ്പോഴും പഴയ കാര്യങ്ങളൊന്നും മറക്കാൻ വയ്യെന്ന് പറഞ്ഞ് അവനെ തന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കും. അപ്പോഴാണ് ഇതേക്ക് നിഞ്ചിയും പഴയ കാര്യം അത്രയ്ക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കാനൊന്നും സാധിക്കത്തില്ലെന്ന് അവൾ ജീവനെ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം അവരവിടുന്ന് പോയതിനു ശേഷം ഇവൾ അവന് വേണ്ടി സംസാരിച്ചതിന് ഇവനെ കൂടെ ചേർന്ന് പാത്രം കഴുകി അവളെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം അവനും ഇവളൊരു ഡാൻസറാന്ന് അറിഞ്ഞിട്ട് ഇവൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് അവന് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് അറിയും. അപ്പോഴായിരിക്കും അവള് എങ്കിൽ പിന്നെ ഇവനെ ഡാൻസ് പഠിപ്പിച്ചരാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവന് ഡാൻസ് അറിയാതെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ കാര്യത്തിന് ചവിട്ടിക്കൊണ്ടിരിക്കും. ഇതോടെ അവർക്ക് രണ്ടുപേർക്ക് ചിരി വരുമ്പോഴാണ് പെട്ടെന്ന് അവനാണ് അവളെയും കിസ് ചെയ്യും. അങ്ങനെ അതോടെ അവർ തമ്മിൽ ചെറിയ റൊമാൻസ് വരുമ്പോഴാണ് സിയോൺ അവളിട്ട് പുതിയ ലൈറ്റ് വഴി അവളിപ്പോ ഇവർ റൊമാൻസ് ചെയ്യുന്നത് കണ്ടോണ്ടിരിക്കുക. കാരണം അവന്റെ അച്ഛൻ ചെയ്ത അതേ പണിയാണ് ഇവളിപ്പോ ചെയ്യുന്നത്. ആ ലൈറ്റിനകത്ത് ഒരു സീക്രട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക.